സാമ്പത്തിക നേട്ടം നേടാൻ കഴിയും എന്നത് ബോധ്യപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് ഇന്ന് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് കഴിയും. പക്ഷേ ഈ സദസ്സിൽ ആ ഒരു ചർച്ച ഫസ്റ്റിലേ കൊണ്ടുവരുന്നതിന് ചില പരിമിതികളുള്ളത് കൊണ്ട് ഞാൻ ആ ചർച്ചയിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നു. ഞാൻ പറയുന്നത് കഴിയും, നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ ധരിപ്പിച്ചു കൊടുക്കാനും കഴിയും, ബോധ്യപ്പെടുത്തി കൊടുക്കാനും കഴിയും, നേടിയെടുക്കാനും നിലവിലെ സാഹചര്യത്തിൽ കഴിയും. പക്ഷേ ഒന്ന്, നമ്മുടെ തൗസിയത്തുൽ ഖൽബ്, നമ്മുടെ മനസ്സിൽ ഇച്ചിരി ഒരു വിശാലത വന്ന് ഒരു പഠനത്തിൽ നമ്മൾ സന്നദ്ധമാണെങ്കിൽ. ഞാൻ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിൽ ഇഹ്യാ സുന്നയിൽ വെച്ച് വിദ്യാർത്ഥികളോട് സംവദിക്കാൻ കുറച്ച് സമയം എനിക്ക് തന്നിരുന്നു. അബ്ദുൽ ഉസ്താദിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്ന് വിദ്യാർത്ഥികളോട് സംസാരിച്ചു. ആ സംസാരം കഴിഞ്ഞിറങ്ങുമ്പോൾ അതിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളിൽ രണ്ടുപേര് അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മളെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ചിറങ്ങുമ്പോൾ നല്ല സാമ്പത്തിക നേട്ടവും കൂടി നേടിക്കൊടുക്കാൻ. സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സമ്പത്ത് എന്നത് അതൊരു ശൈലിയല്ല, മറിച്ച് സമ്പത്ത് എന്നതുകൊണ്ട് വല്ല ഉപകാരവും വേണമെങ്കിൽ സമ്പത്ത് നമ്മെ പരിചരിക്കണം. സമ്പത്തിനെ നമ്മൾ പരിചരിക്കുന്ന ട്രഡീഷണൽ മെത്തേഡാണെങ്കിൽ അതൊരു ലാഹിയായ ഏർപ്പാടാണ്, ഒരു ഫലവും ഇല്ലാത്ത ഏർപ്പാടാണ്. അത് കറക്റ്റ് മനസ്സിലാക്കണം. അപ്പം ഞാൻ ഈ വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ ഒരു ഷഫീഖ് ഹസനി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പറഞ്ഞു, തീർച്ചയായും അത് നടക്കും. അവരുടെ ദർസ് ഉദ്ഘാടനത്തിന് എന്നെയും കൂടെ വിളിച്ചു. അങ്ങനെ ഞാൻ അതിൽ പോയി. ആ കുട്ടികളെ ഇരുത്തിയിട്ട് സംസാരിച്ച കൂട്ടത്തിൽ ഈ ഷഫീഖ് ഹസനി എന്നോട് പറഞ്ഞു, ഈ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഓരോ കുട്ടിയുടെയും ബാങ്ക് ബാലൻസ് മിനിമം 50 ലക്ഷം രൂപ ഉണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. നടക്കും. പഠനത്തിനൊരു കുറവും വരില്ല. ഇന്ന് നാം സംവിധാനങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും തുനിഞ്ഞാൽ നടക്കും എന്നതിൻ്റെ ഒരനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഈ തൊട്ടടുത്ത സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണത്. കഴിയും എന്നതും ആ ചെറുപ്പക്കാരൻ വെറുതെ പറയില്ല, കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഗതിയായിരുന്നു. അതിൻ്റെ ഒരു സൂചനകൾ ഞാൻ അവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരതിനെയും മുന്നേ അതിലും മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇത്തിവാഴ ചെയ്യാൻ പറ്റിയതാണ്, നമ്മുടെ സംവിധാനങ്ങളിൽ കൊണ്ടുവരാൻ കഴിയും. ക്യാഷ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ ഈ കാണുന്ന ഈ ജനസമൂഹത്തിന് ആവശ്യമായ ക്യാഷ് ഉണ്ട്. പക്ഷെ ക്യാഷിൻ്റെ ഫ്ലോ കിടക്കുന്നത് 95% മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യം കിടക്കുന്നത് 5% മനുഷ്യരിലാണ്. ഇതാണ് സാമ്പത്തികമായ ഇന്നത്തെ ഒരു അപ്രോച്ച്. അത് താലൂക്ക് എങ്ങനെയാണ് കിടക്കുന്നത്, അതൊന്ന് നേരെയാക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയും. പഠന സംവിധാനങ്ങൾ, ബികോം പേപ്പേഴ്സ് മാറിക്കഴിഞ്ഞു, ഒരുപാട് പുതിയ അപ്ഡേഷൻ വന്നു. നമുക്ക് ഇസ്ലാമികമായി യാതൊരു തകരാറും ഇല്ലാതെ, നമ്മൾ പഠിച്ച കർമ്മശാസ്ത്രത്തിന് പരിക്കേൽപ്പിക്കാതെ കൃത്യമായി നമുക്കിത്തരം വിഷയങ്ങളിൽ നേട്ടമുണ്ടാക്കാനും പുരോഗതി ഉണ്ടാക്കാനും കഴിയും. പക്ഷെ അത് ഈ സദസ്സിലെ ഒരു പബ്ലിക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നതിന് ചില പരിമിതി ഉള്ളത് കൊണ്ട് അത് അത്തരം ദായറയിലെ ഒരു മുതിർന്ന എണ്ണപ്പെട്ടവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയാണത് കൂടുതൽ ഭംഗിയാകുക. അല്ലെങ്കിൽ ഈ സദസ്സിലെ ചർച്ചയുടെ മുഴുവനും എങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. ഞാൻ പറയുന്നത് സാധിക്കും. അറ്റ്ലീസ്റ്റ് എന്തു വേണം എന്ന് ചോദിച്ചാൽ ഈ സാമ്പത്തികം ഒന്നും മാറ്റർ ആകാതെ ഇപ്പോഴും തൽക്കാലമൊക്കെ പിടിച്ചു നിൽക്കാം. അതിനെന്താ വേണ്ടതെന്നറിയോ? നാം നമ്മുടെ ഈ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ നമ്മൾ നേടുന്ന നേട്ടമെങ്കിലും വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടി ചെയ്യേണ്ട ആമുഖവും ഞാൻ ഒന്ന് ചെറുതായിട്ട് പറയാം. മഞ്ചേരിയിൽ വെച്ച് മുദരിസുമാരുടെ ട്രെയിനിങ് പ്രോഗ്രാം നടന്നു. അതിലൊരു പ്രായം ചെന്ന പഴയകാല നല്ല പ്രഭാഷകനും നല്ല കഴിവുറ്റ പണ്ഡിതനും ദീർഘകാലം ദർസ് നടത്തി പരിചയമുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ബിരുദധാരിയായ ഉസ്താദ് നിന്ന് ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉസ്താദ് എൻ്റെ ഈ ചോദ്യത്തിനുള്ള മൗഖ്യം അതിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദ്യം സദസ്സിനോട് ആവശ്യപ്പെട്ടപ്പോൾ സാധാരണ സദസ്സ് പെട്ടെന്ന് ചോദിക്കൂല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്നാലും ചോദിക്കലാണ് എനിക്കിഷ്ടവും സുഖവും. അപ്പം ഈ ഉസ്താദിൻ്റെ മുഖത്ത് ഞാൻ ഇച്ചിരി വെയിറ്റ് ചെയ്തപ്പോൾ 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോൾ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ
ഈ വിദ്യാർത്ഥികൾ നാട്ടിൽ പോകുന്ന ദിവസത്തെ അതേ സന്തോഷം തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നു. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അദ്ദേഹം നല്ല ദിഷണശാലിയാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഒന്നാമത് നാം തഹ്സീലാക്കേണ്ടത്. അതിന് വേണ്ടത് ഒരു ഉസ്താദിൻ്റെ ഖുലുഖാണ്. ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ മുഖാലഫയിലേക്ക് വല്ലാതെ പോകരുത്. കാരണം തഹ്സീമനല്ല ഞാൻ പറയുന്നത്. എന്താണ് അതിനെ പുരോഗമിപ്പിക്കാൻ, അതിന് തഹ്സീനിന് എന്ത് വകുപ്പുണ്ട് എന്നതാണ്. കഴിഞ്ഞ കാലത്തിനെ തഹ്സീമാക്കി കാണുമ്പോൾ പലർക്കും വേദനിക്കും. അതായത് ഖുലുഖ് എന്നത് എന്താണ് അവിടെ വരേണ്ടത്? ഒരു ഉസ്താദിനെ ഒരു ശിഷ്യൻ കാണുമ്പോൾ ആ ശിഷ്യന് കാണുന്നതിന് സന്തോഷം തോന്നുന്ന തരത്തിലുള്ള 5 കാര്യങ്ങൾ ഒരു ഉസ്താദിൽ നിന്ന് പ്രഥമ ദൃഷ്ടിയ സംഭവിക്കണം. ഒരു ഉസ്താദും മുതഅല്ലിമും തമ്മിൽ മുലാഖാത്താകുന്ന അവ്വല് മുലാഖാത്തിൽ മിനിമം 5 കാര്യങ്ങൾ, ഈ ഉസ്താദിൽ നിന്ന് കുട്ടിയെ സന്തോഷിപ്പിക്കുന്ന 5 കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ ഉണ്ടാകണം. ഒന്ന്, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ കോണ്ടാക്ട് എന്ന് പറയും, അറബിയിൽ പറഞ്ഞാൽ ബസ്തുൽ വജ്ഹ്, മലയാളത്തിൽ പറഞ്ഞാൽ മുഖം കൊടുക്കുക എന്ന് പറയാം. ഈ നോട്ടം കുട്ടിക്ക് സന്തോഷവും സമാധാനവും അംഗീകാരവും അനുഭവപ്പെടണം. മസലൻ കുറച്ചിങ്ങനെ പോയപ്പോൾ നിസ്കാരത്തിനും അല്ലെങ്കിൽ ഇബാദത്തിനൊക്കെ ഒരു സുഖം കുറവ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ഒരു പരിഹാരം. അപ്പോൾ ഒരു ദിവസം സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽക്ക നടക്കുമ്പോൾ ഒന്ന് കാണാൻ പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഓഫീസിലുള്ള സ്റ്റാഫ് മറ്റവരൊക്കെ അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം, മറ്റു വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ ഉസ്താദ് ഇറങ്ങി വരുമ്പോൾ ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയുണ്ട് ഹക്കീമേ, ഈ ഒരു ചോദ്യം മതി ഇനി കുറേ കാലത്തേക്ക്. എന്തിന്? ഈ കുറവുള്ള ന്യൂനതകളൊക്കെ പരിഹരിച്ച് ഉന്മേഷവാനാകാൻ ഇത് മതി. ഈ നോട്ടം അതൊരു വലിയ എനർജിയാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നോക്കിയിട്ടുള്ള ആ മുഖം തന്നിട്ടുള്ള ഉസ്താദുമാരുടെ ഒരു പരിഗണനയോടുള്ള ഒരു അതാണ് ഒന്നാമത്തത്. അതായത് ബസ്തുൽ വജ്ഹ്. 2 തബസ്സും. 3 സലാം പറയുകയോ മടക്കുകയോ ചെയ്യുക. പക്ഷേ ബിശർത്തി അൻ യകൂന ബിൽ ഫറഹി, അതായത് ഒരു തഖല്ലുബുൽ ഫറഹിനുള്ള സബബാകണം ഈ സലാം. ഈ സലാം പറയുന്നത് ഒരു ഫറഹ് കൈമാറാകാനുള്ള ഒരു സബബാകണം. പറയുകയോ മടക്കുകയോ രണ്ടായാലും അതിൽ നിന്ന് സംഭവിക്കേണ്ടത് ഒരു ഫറഹ് കിട്ടലാണ് സംഭവിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉസ്താദ് റൂമിലിരിക്കുമ്പോൾ കമ്മിറ്റിക്കാരനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ വന്ന് സലാം പറഞ്ഞപ്പോൾ വഅലൈക്കുമുസ്സലാം, ഭയങ്കര സന്തോഷം. മുതഅല്ലിമു വന്ന് സലാം പറഞ്ഞേക്കുൽ ഇസ്ലാം. ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അതൊരു സുഖ്രിയത്തിൻ്റെ വസ്നാണ്. അതായത് ഒരാളെ പരിഗണിക്കേണ്ട ഒരാളോട് സലാം പറഞ്ഞപ്പോഴോ മടക്കുമ്പോഴോ ഉള്ള ആ ഒരു വുളൂഹ്, ആ ഒരു കൃത്യത, ക്ലാരിറ്റി, അത് മുതഅല്ലിമ വരുമ്പോൾ കുറയുന്നുണ്ടെങ്കിൽ അതൊരു സുഖ്രിയത്തിൻ്റെ വസ്നാണ്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. ആ ആയത്തിൽ സ്വഭാവദൂഷ്യങ്ങളെ പരാമർശിച്ചത് 3 ലാ തൽമിസു അൻഫുസക്കും, ലാ തനാബസു, ലാ യസ്ഖർ. ഇതിലേറ്റവും അശദ്ധായ ഖുബ്ഹായ അഖ്ബഹായ ഖുലുഖ് സുഖ്രിയത്താണ്. ഒരു മുതഅല്ലിം ആ മുതഅല്ലിമിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം ഈ മേൽ പറഞ്ഞതാണ്. ഏത് പ്രഗൽഭനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ ബസ്തുൽ വജ്ഹ് കൊണ്ടോ ഫസ്റ്റ് പരിഗണിക്കുന്നത്, എഅ്തിബാർ ചെയ്യുന്നത് ഇവരെയാണ്, സുഫത്തിൻ്റെ അഹലുകാരെയാണ്. 4മത്തത് ഒരു ഇസ്തിഖ്ബാർ. എന്തൊക്കെയുണ്ട് വിശേഷ, റാഹത്തല്ല മോനെ, ജസ്റ്റ് ഒരു ഇസ്തിഖ്ബാർ, അല്ലെങ്കിൽ ഒരു നല്ല കൂട്ടി എന്നൊരു വാക്ക്, ഒരു അഭിനന്ദനം. ഇതാണ് 4മത്തത്. കൈഫ ഹാലക്, അല്ലെങ്കിൽ റാഹത്തല്ലേ. 5മത്തത് ഫിസിക്കൽ ടച്ച് എന്നാണ് പറയാറുള്ളത്. അതായത് മുസാഫഹത്ത് അനുയോജ്യമാണെങ്കിൽ മുസാഫഹത്ത്,
അതല്ല ഇതാണ് അനുയോജ്യമെങ്കിൽ അവരൊന്ന് അനുഗ്രഹിക്കുക, ഒന്ന് തലേ കൈ വെക്കലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈക്കോ, ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഒരു ലൈക്കൊക്കെ മതിയാവും, ഒരു ഇഷാറത്ത്. ഇങ്ങനെ ഒരു 5 കാര്യങ്ങൾ ചെയ്യാൻ 5 സെക്കൻഡ് തികച്ചു വേണ്ട. പക്ഷെ ഇതൊരു ഉസ്താദിൻ്റെ ത്വബാകണം. ഇവിടെ ചിലരൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ നടക്കുമോ? ഗസാലി ഇമാമിൻ്റെ വിശാലമായ ചർച്ചയുണ്ട് റിയാദത്തുൻ നഫ്സിലും. അതുപോലെ ഈ ഭാഗം 2-3 സ്ഥലത്ത് വിശദീകരിച്ചപ്പോൾ ഗസാലി ഇമാമിൻ്റെ ഒരു ശൈലിയുണ്ട്. അതെന്താ പറയുക, ഇതേ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞത്, അത് നിങ്ങളെ കൈ, ഉദാഹരണം പറയാം, നിങ്ങളെ കൈ 1 മീറ്റർ ഉള്ളത് 1.5 മീറ്റർ ആക്കണമെന്ന് തൊലവുണ്ടാവില്ല. അതേസമയത്ത് ഇത് തൊലവുണ്ട്, അതിൻ്റെ അർത്ഥം നടക്കുമെന്നാണ്. ശ്രമിച്ചാൽ നടക്കും. റിയാദത്തുൻ നഫ്സ്, നഫ്സിനെ നാം, കൽബിനെ നാം, ഹൃദയത്തെ നാം പരിശീലിപ്പിച്ചാൽ നടക്കും. പരിശീലിപ്പിച്ചാൽ നമുക്ക് നടക്കുന്നതാണ് ഈ മാറ്റം. ഈ മാറ്റം ഒരു ഉസ്താദിൻ്റെ ത്വബആയിട്ടുണ്ടെങ്കിൽ അവിടെ ആ കുട്ടി നാട്ടിൽ പോകുന്ന സമയത്ത് ഏത് ഫറഹാണോ ഉള്ളത്, സെയിം ഫറഹ് അല്ല, സിയാദത്ത് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകും. ഇത് അനുഭവമാണ്. അനുഭവങ്ങളുടെ ദീർഘ പട്ടിക പറയാൻ കഴിയും. ഞാൻ ചെറിയൊരു അനുഭവം പറയാം. ഒരിക്കൽ ഒരു സഖാഫി, മുദരിസാണ്, ശേഷം അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം വന്നു, കുറച്ച് പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം. തൻ്റെ മകനെ കൂട്ടിയിട്ട് അദ്ദേഹം ഒരിക്കൽ തിരൂരിലെ ഹാപ്പി സോണിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ വന്നു, വേറൊരു ഉസ്താദിൻ്റെ കൂടെ. അദ്ദേഹം നമ്മളെ ലക്ഷ്യം വെച്ച് വന്നതാണോ എന്ന് അന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മകന് 4 വർഷമായി ദർസിൽ പഠിക്കും. സ്ഥാപനത്തിലോ ദർസിലോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ദർസിൽ പഠിക്കുന്നു. ഈ 4 വർഷവും നിരന്തരം അസുഖങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 4 വർഷവും. അതിൽ അവസാനത്തെ 4 മാസം നിരന്തരം എന്ത് ചെയ്യുകയാണെന്നറിയോ, മൂത്രത്തിൽ രക്തം വന്നുകൊണ്ടിരിക്കുന്നു. രോഗം കാണിച്ചിട്ട് മാറുന്നില്ല, പക്ഷേ പ്രത്യേകിച്ച് രോഗം കാണുന്നുമില്ല. സൈക്യാട്രിക് ഡോക്ടർമാരെയും അല്ലാത്ത ഡോക്ടർമാരെയും നിരന്തരം കാണിച്ചു, ധാരാളം ആശുപത്രികളിൽ കാണിച്ചു, ലക്ഷങ്ങൾ ചിലവായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആ കുട്ടി വരുന്നത്. ആ കുട്ടിയുമായി ഞാൻ ഇരുന്നു സംസാരിച്ചപ്പോൾ ഒരു ഏകദേശ ധാരണ തോന്നി, ഈ കുട്ടിക്ക് പഠനത്തിൽ പ്രയാസം കാണുന്നുണ്ട്, അത് പരിഹരിച്ചിട്ട് ഈ പ്രശ്നം മാറുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. ഞാൻ അദ്ദേഹത്തോട് സാധ്യത പറഞ്ഞു. അതിനുശേഷം അന്ന് അദ്ദേഹം ഏതൊരു സിയാറത്തിന് പോകുന്നൊരു ഘട്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ സിയാറത്തിന് പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് വരാം. 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വണ്ടൂരിലെ ഹാപ്പി സോൺ സെൻറ്ററിൽ വന്നു. അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് എൻ്റെ മോൻ ദർസിൽ നിന്ന് ചാടിപ്പോന്നിരിക്കുകയാണ്, അതുകൊണ്ട് അർജൻറ്റായിട്ട് കാണണം. ഞാൻ കുട്ടിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ സംഗതി അതീവ ഗൗരവതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ കുട്ടിയെ അവിടെ കൊണ്ടാക്കിയാൽ പോകും, പക്ഷേ ഇനി ചാടിപ്പോന്ന വീട്ടിലെത്തിക്കൊള്ളുന്നില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഞാൻ ഈ കുട്ടിയെയും അതുപോലെ എൻ്റെ കൂടെയുള്ളൊരു ട്രെയിനറെയും തമ്മിൽ ബന്ധിപ്പിച്ചു. അവരോടൊന്ന് സംസാരിക്കാനൊക്കെ പറഞ്ഞു. ഇതെന്നെയാണോ പ്രശ്നമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. ഇപ്പോൾ 90% ഉറപ്പായി ഇതാണ് വിഷയം. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്, നിങ്ങൾ ഈ കുട്ടിക്ക് പഠനത്തിന് പരിഹാരമായി മറ്റൊരു പരിഹാരം ഉണ്ടാക്കണം. ആ സ്ഥാപനത്തിലേക്കോ സംവിധാനത്തിലേക്കോ ഇപ്പോൾ അയക്കുന്നത് കൂടുതൽ നിങ്ങൾക്കും ദോഷം ചെയ്യും, അവർക്കും ദോഷം ചെയ്യും, കുട്ടിക്കും ദോഷം ചെയ്യും. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് പരിഹാരമില്ല, എവിടെ കൊണ്ടാക്കും? എൻ്റെ അടുത്ത് പരിഹാരമില്ല, കാരണം ഞാൻ ഈ റമദാനിന് ശേഷമാണ് ഈ സംവിധാനം ആരംഭിക്കാൻ ഉദ്ദേശിച്ചത്. സിൽം അക്കാദമി, സിസ്റ്റമാറ്റിക് ഇൻ്റഗ്രേറ്റഡ് ഇസ്ലാമിക് ലേണിംഗ് സിസ്റ്റം എന്ന പേരിൽ, സിൽം അക്കാദമി എന്ന പേരിൽ നമ്മുടെ ഒരു സ്ട്രീം, ഒരു സബീൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എത്ര കാലം കാത്തിക്കേണ്ടത്? കുറച്ച് മാസങ്ങളില്ലേ, എൻ്റെ മോനിങ്ങനെ വീട്ടിലിരിക്കാനാണോ? അപ്പോൾ എനിക്കൊരു സഹതാപം. കാരണം ഒരു സഖാഫി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സഖാഫിക്ക് ഒരു പ്രത്യേകമായൊരു താല്പര്യം സ്വാഭാവികമായും തോന്നാം. അതൊരു മുദരിസായി ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു പടക്കലുണ്ടാകും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്ത് ചെയ്യാം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഹാപ്പി സോൺ സെൻറ്ററുകൾ അധികവും വീടുകളാണ്. അവിടെ എവിടെയെങ്കിലും നിൽക്കാൻ സന്നിഗ്ധമാണെങ്കിൽ ഞാൻ ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാം, എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൂടെ നിർത്തിയിട്ട്. അത്ഭുതം! കുട്ടി പറഞ്ഞു, ഞാനതിന് റെഡിയാണ്. ഇവിടെ നിന്നാൽ ഭക്ഷണം പലപ്പോഴും പുറത്തു നിന്ന് എവിടെയെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ 3 മാസത്തിനിടയിൽ ഈ ഉണ്ടായ മാറ്റം, ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് കുട്ടിയുടെ അസുഖങ്ങൾ നിന്നു.
2 ആഴ്ചയിൽ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ പോലും ദുരുപയോഗം ചെയ്യാതെ മുഴുവൻ സമയവും കുട്ടി പഠിക്കുന്നു. ഭൗതിക വിഷയവും കിതാബ് വിഷയങ്ങളും സ്വയം കുട്ടി പഠിക്കാൻ സന്നദ്ധമായി. ഭക്ഷണം സ്വയം പാചകം ചെയ്ത് പഠിച്ചു. യാതൊരു അസ്വസ്ഥതയില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് കുട്ടിയെ ലീവിനയച്ചു. വ്യാഴാഴ്ച ലീവിനയച്ചിട്ട് ശനിയാഴ്ച വന്നോളാൻ പറഞ്ഞു. ശനിയാഴ്ച വരാൻ പറഞ്ഞ കുട്ടി വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോൾ തന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചു, ഒക്കെ ഒരുങ്ങി. അദ്ദേഹം കണ്ണുനീരോടുകൂടെ എന്നോട് പറഞ്ഞു, 4 വർഷമായിട്ട് എൻ്റെ കുട്ടി വീട്ടിൽ വന്നിട്ട് സ്വയം തഹജ്ജുദിന് എഴുന്നേൽക്കുന്നത് കണ്ടത് ആദ്യമായിട്ടാണ്. ഞാൻ ആ ഒരു കുട്ടിയോട് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ ഞാനോ എൻ്റെ സിസ്റ്റത്തിലുള്ള ട്രെയിനേഴ്സോ പറഞ്ഞിട്ടില്ല. 4 മാസം കൊണ്ട് 1 വർഷത്തെ ഭാഗങ്ങൾ മുഴുവനും കുട്ടി പഠിച്ചു തീർത്തു. കുട്ടി പരീക്ഷ എഴുതി സ്വയം. കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ല മിനിയാന്ന് ആ കുട്ടിക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടായിട്ട് മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷെ കുട്ടി മുഴുവനും സന്തോഷവാനാണ്. അതായത് സാഹിത്യോത്സവത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച് കുറച്ച് ദിവസങ്ങൾ കുട്ടി ഓടി നടന്ന് ഊണൊഴിച്ച് പണിയെടുത്തു. കുട്ടി വല്ലാതെ ക്ഷീണിതനായി വന്ന ദിവസം ഒരു അസുഖമായി. കാണിച്ചപ്പോൾ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അല്ലാഹു ആ കുട്ടിക്ക് പരിപൂർണമായ ആജിലായ ശിഫാ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ ഈ മാറ്റം, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആ കുട്ടി വരുമ്പോഴും ആ കുട്ടിയുടെ മുഖത്തൊരു തെളിച്ചവും 4 മാസം 5 മാസം മുമ്പ് ആ കുട്ടി വരുമ്പോഴുള്ള മനസ്സിലെ മുഖവും തമ്മിൽ കാണുമ്പോൾ ഒരു പക്ഷെ അത് മതിയാകും ഒരു ഉസ്താദിന് എന്നെനിക്ക് തോന്നുന്നു. ഇത് ഒരനുഭവമല്ല, ഇങ്ങനത്തെ 100 കണക്കിന് അനുഭവം എനിക്ക് സ്വരീഹൻ അറിയുന്നതുണ്ട്. 1000 അനുഭവങ്ങൾ ലിംനൻ സംഭവിച്ചതുണ്ട്. ഇതാണ് ശരിക്കും ശരിയായ വസ്തുത. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമാണ് ആദ്യം നാം കൊടുക്കേണ്ടത്. താല്പര്യം കൊടുക്കാൻ ചെയ്യേണ്ടത് കുറേ ഓവറായിട്ട് അതൊന്നും പറയണ്ട. പെരുമാറ്റം തഹ്സീനാക്കുക. ഇവിടെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും, അങ്ങനെ കുട്ടികൾ തലേ കയറൂലേ? ഈ അടിസ്ഥാന തത്വമാണ് ആദ്യം തിരുത്തേണ്ടത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്നത് ശരിയാണെങ്കിൽ കുട്ടികൾ തലേ കയറൂല. തലേ കയറുന്നുണ്ടെങ്കിൽ ഈ ഉസ്താദിന് എവിടെയോ പിന്നെയും മിസ്റ്റേക്ക് ഉണ്ട്, അത് തിരുത്തുക ചെയ്യേണ്ടത്. ഒരിക്കലും കുട്ടികൾ തലേ കയറൂല. അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് പെരുമാറ്റത്തിൽ ഒരു കുട്ടിയെ ബഹുമാനിക്കപ്പെടണം. അക്രിമു ഔലാദക്കുമെന്ന് ഹദീസിലെ വാചകങ്ങളാണ്. ആ വാചകം ഉൾക്കൊള്ളുന്നതും ആശയം ഉൾക്കൊള്ളുന്നതും കുട്ടികളോട് ബഹുമാനപൂർവ്വം പെരുമാറണം. ഒരു കുട്ടി ഒരു ക്യാമ്പസിൽ വന്നാൽ കുട്ടിയുടെ മാനസിക വികാസം ഉഷാറാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ അവിടുത്തെ ഒരു ക്യാൻറ്റീൻ സ്റ്റാഫ് പോലും എടാ എന്ന് കുട്ടിയെ വിളിക്കൂല. അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കൂല. ബഹുമാനപൂർവ്വം സംസാരിക്കുന്ന ഒരു രീതി നമ്മുടെയൊക്കെ ഉലമായിൽ വലിയ മഹാന്മാരെ പലരും ധാരാളം നമുക്കറിയാം. നിങ്ങൾ എന്ന് മാത്രം കൊച്ചു മുതഅല്ലിമീങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വലിയ മഹാന്മാരെ ഈ സദസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ തന്നെയാണ് ധാരാളം പേരെ. ഈ ശൈലി ഒരു ഉസ്താദിൻ്റെ ശൈലിയായാൽ കുട്ടികളുടെ മാനസിക വികാസത്തിനും പെരുമാറ്റത്തിലെ വികാസത്തിനും കൂടുതൽ സംഗതികൾ ആവശ്യം വരില്ല. പിന്നെ ചെയ്യേണ്ട ഒരു സംഗതി കൂടി പറയാം. ഒരു കുട്ടിക്ക്, പ്രത്യേകിച്ച് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഠനത്തിലോ സ്വഭാവത്തിലോ പ്രയാസം നേരിടുന്ന കുട്ടിക്ക് മുൻഗണന നൽകിക്കൊണ്ട് വ്യക്തിഗതമായി സമയം നൽകണം. ഇതിന് പറയുന്ന പേരാണ് ക്വാളിറ്റി ടൈം. ഒരു കുട്ടിക്ക് ഒരു പ്രയാസം നേരിടുന്നു, ഇബാദത്തിൽ അല്ലെങ്കിൽ ഫോൺ ഉപയോഗത്തിൽ, അതല്ലെങ്കിൽ പഠനത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പിന്നോക്കം, ബാക്ക്വേർഡ്നെസ് ഉണ്ടാകുന്നു. ഈ പിന്നോക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാം ആ സമയത്ത് നേരിട്ട് ഇടപെടുന്നത് ഒരു കോൺഫ്ലിക്റ്റ് മൂഡാണ്. അതൊരു തർക്ക രീതിയാണ്. പകരം എന്താ ചെയ്യേണ്ടത്? അത് നോട്ട് ചെയ്തതിന് ശേഷം ആ കുട്ടിയെ വിളിക്കണം. ആ കുട്ടിയെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യാതെ ആ കുട്ടിയോട് ചോദിക്കണം, ഈ കണ്ട സംഭവം എന്തായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം? ഉദാഹരണത്തിന്, ഒരിക്കലും ഞാൻ ഇതുപോലൊരു സദസ്സിൽ നിന്ന് ദേവാ കോളേജിൽ തന്നെയാട്ടോ, ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ദേവാ കോളേജ് പരിചയമുണ്ടോയെന്ന്.
ദേവാ കോളേജിൽ റിട്ടണായും ഓറലായും ടെസ്റ്റിൽ പരാജയപ്പെട്ട ഒരു ബാച്ചിനെ തന്നെ എടുത്തിട്ട് ഏറ്റവും ഉന്നതരാക്കി എല്ലാ വിഷയത്തിലും, അക്കാദമിക്കലി, മോറലി, അതായത് ഭൗതിക വിഷയങ്ങളിലും ആത്മീയ വിഷയങ്ങളിലും ജീവിതത്തിലെ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലും ഉന്നതരാക്കി അനുഭവിച്ചിട്ട് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ധാരാളം അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതെന്നെ മുന്നിൽ വെച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഞാൻ പറയുന്നത്, ഒരു ദിവസം ഒരു ഉസ്താദിൻ്റെ ചോദ്യം, ഒരു മുത്തഅല്ലിം ഇവനെ സുബ്ഹിൻ്റെ ജമാഅത്തിന് കാണുന്നില്ല. അങ്ങനെ എല്ലായിടത്തും തിരഞ്ഞു, കിടക്കുന്ന സ്ഥലത്തില്ല, പിന്നെ മറ്റ് സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഇല്ല. അപ്പോൾ അവസാനം വാഷ്റൂം, ടോയ്ലറ്റ് പരിശോധിച്ചു. അപ്പോൾ ഒരു ടോയ്ലറ്റ് അടഞ്ഞു കിടക്കുന്നു. മുട്ടി നോക്കുമ്പോൾ ഇവൻ അതിൽ ബക്കറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഉറങ്ങുക. ഇത് അനുഭവിക്കുമ്പോൾ ഈ മുഖാത്തിബായ ഈ ഉസ്താദിൻ്റെ ഒരു മനോഭാവം എന്താ? ഇവൻ ഭയങ്കര കുറ്റകൃത്യം ചെയ്തു എന്നതാണ്. ഒരു നിമിഷം ആ ഉസ്താദ് ഇവൻ്റെ പക്ഷത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ബാത്റൂമിലിരുന്ന് ഉറങ്ങൽ